ഹലോ എവരി വൺ, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടുത്തുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ ഇന്ന് പറയാൻ പോകുന്നത് മലപ്പുറത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. മലപ്പുറത്തെക്കുറിച്ചാണ് നമ്മൾ ഫസ്റ്റായിട്ട് ഇന്ന് അറിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. മലപ്പുറം ജില്ല സ്ഥാപിതമായിട്ടുള്ള വർഷം എന്ന് പറയുന്നത് 1969 ജൂൺ 16 പാലക്കാട്, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകളിൽ നിന്നാണ് എന്താക്കിയിട്ടുള്ളത്, മലപ്പുറം ജില്ല രൂപീകരിച്ചിട്ടുള്ളത്. ജില്ലയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെ തന്നെയാണ്? മലപ്പുറമാണ്. വിസ്തൃതി എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്? 3554 ചതുരശ്ര കിലോമീറ്ററാണ്. ജനസംഖ്യ എന്ന് പറയുന്നത് 41 ലക്ഷത്തിൽ കൂടുതലായിരുന്നു 2011 സെൻസസ് പ്രകാരം. ഇപ്പോൾ അത് 45 ലക്ഷത്തിന് മുകളിലാണ്. ഭരണഘടനാ മണ്ഡലങ്ങൾ 2ആണ്. ഒന്ന് പറഞ്ഞാൽ പൊന്നാനി, മറ്റ് മലപ്പുറം, അങ്ങനെ 2 നിയമസഭാ മണ്ഡലങ്ങൾ 16 ഭൂഗോളത്തെ പറ്റി പറയുകയാണെങ്കിൽ നദികളായിട്ടുള്ളത് ഒന്ന് ഭാരതപ്പുഴയാണ്. അതെന്ന് പറഞ്ഞാൽ കുന്നംകുളം വഴി കടക്കുന്നതാണ്. പിന്നെ ചാലിയാർ, കടലുണ്ടി, തിരൂർ പുഴയാണ്. കുന്നുകൾ പറയുന്നത് നിലമ്പൂർ കുന്നുകളും അതുപോലെ അമരമ്പലം കാടുമാണ്. പിന്നെ അതേപോലെ പ്രധാന വനമേഖല എന്ന് പറയുന്നത് നിലമ്പൂരാണ്. ലോകപ്രസിദ്ധമായിട്ടുള്ള തേക്ക് വനമേഖലയൊക്കെ ഉള്ളത് നിലമ്പൂരിലാണ്. വലിയ വനസംരക്ഷിത പ്രദേശം എന്ന് പറയുന്നത് സൈലൻറ് വാലിയാണ്. ഇത് പാലക്കാട് മലപ്പുറം അതിർത്തിയാണ്. പിന്നെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് മലബാർ കലാപമാണ്. അത് നടന്നിട്ടുള്ളത് 1921 പിന്നുള്ളത് ഹൈദരലി, ടിപ്പു സുൽത്താൻ്റെ ഒക്കെ പോരാട്ടങ്ങൾ മലപ്പുറത്ത് നടന്നിട്ടുണ്ട്. കലാരൂപങ്ങൾ എന്ന് പറയുന്നത് ഒപ്പന, മാപ്പിളപ്പാട്ട്, അറബനമുട്ട്, ഇതൊക്കെയാണ് ഇവിടുത്തെ കലാരൂപങ്ങൾ എന്ന് പറയുന്നത്. അറിയപ്പെടുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കോട്ടക്കൽ ആര്യവേദിശാല, പിന്നെ അതേപോലെ തിരൂരാണ് തുഞ്ചത്തെ എഴുത്തച്ഛൻ്റെ നാട്, അത് മലയാളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന. പിന്നെ കണ്ണൂർ, അത് വളയങ്കോട് മഹലാണ്. ഇത് 3ഒക്കെയാണ് അറിയപ്പെടുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഇനി കൂടുതലായിട്ടുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് മുസ്ലിം സമൂഹമാണ്. പ്രശസ്തമായിട്ടുള്ള പള്ളി എന്ന് പറയുന്നത് പൊന്നാനി ജുമാ മസ്ജിദും അതുപോലെ തന്നെ കൊണ്ടോട്ടി മോസ്കും ആണ്. പിന്നെ മലപ്പുറത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ കേരളത്തിൽ 100% ലിറ്ററസി നേടുന്ന ആദ്യത്തെ ജില്ലയാണ് മലപ്പുറം എന്ന് പറയുന്നത്. 1990 പിന്നെ അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടുതലുള്ള ജില്ല എന്ന് പറയുന്നതും അതും മലപ്പുറം തന്നെയാണ്. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർ ഉള്ളതും അതും മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.